ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉണ്ടല്ലോ, ഒരാഴ്ചത്തേക്കുള്ള ഒരു മീൽ പ്രപ്പ് വീഡിയോ എന്ന് പറയാം. മീൽ പ്രപ്പ് എന്നാണോ അതിനെ പറയുക. ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കറക്റ്റ് ഒരാഴ്ചത്തേക്കൊക്കെ എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത് എൻ്റെ അടുത്ത് അന്നത്തെ വീഡിയോയിൽ കുറേ ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ ഫുഡൊക്കെ എവിടെയാണ് വെക്കുന്നതെന്ന്, അതും ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെയാണ് വെക്കുന്നത്. അതിനുള്ള സ്പേസൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. കുറച്ചേ ബാക്കി വരുള്ളൂ. ഡെയിലി കുക്ക് ചെയ്ത് കഴിക്കുന്ന ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റും, പിന്നെ ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാ വീക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളും ആട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വെജിറ്റബിൾസ് കട്ട് ചെയ്യും സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ മുമ്പ് കാണിച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരാഴ്ചത്തേക്കുള്ളത് എങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഏതെങ്കിലും മാസങ്ങൾ നമുക്ക് കുറച്ച് ബിസിയൊക്കെ ആയിട്ട് വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ഇത് കണ്ടോ, ഇത് ഈ ആഴ്ചയിൽ, ഇത് കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇത് കാണിക്കേണ്ട. ഇനി പുതിയത് ഞാൻ ഈ ആഴ്ച എഴുതിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓരോ ദിവസത്തേക്ക് എന്താണ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഓൾമോസ്റ്റ് ഇത് നമ്മൾ പോണതിന് മുമ്പ്, ഇപ്പം എനിക്ക് പർച്ചേസ് ചെയ്യാൻ പോണതിന് മുമ്പ് ഇത് വേണ്ട, ഫ്രിഡ്ജ് കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത് എന്നുള്ളതൊന്ന് നോക്കുക ഫസ്റ്റ്. അപ്പോൾ എനിക്കങ്ങനെ വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും അങ്ങനെ അധികം കാര്യമായിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഞാനിങ്ങനെ ഫുള്ള് വെജിറ്റബിൾസ് സാലഡിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഒരു നേരത്തേക്ക് ഗ്രീൻ സാലഡിന് ഇത് മതി. ഈ കോണൊക്കെ വേവിച്ചതാട്ടോ. അപ്പം ഇതിങ്ങനെ ബോക്സിൻ്റെ അകത്താക്കി വെക്കുമ്പം എനിക്കത് എടുക്കാനും കൊടുക്കാനും എളുപ്പമാണ്. നമുക്ക് ഡ്രസ്സിങ് മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ല. എനിക്ക് ആകെ ഇത് മാത്രമേ ബാലൻസ് ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയിലെ അമരപ്പയർ, പിന്നെ ഫ്രീസറിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും കുറച്ച് കട്ട്ലേറ്റ് ബാക്കിയുണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇത് സമൂസ ഷീറ്റ് തന്നെ നമ്മൾ വേറെ ഒരു തരത്തിൽ ചെയ്തതാട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അതിൻ്റെ അകത്ത് പൊട്ടറ്റോയും ചീസുമാണ് ഫില്ലിങ് വരുന്നത്. അപ്പോൾ അതുമുണ്ട്. പിന്നെ കുറച്ച് സമൂസാസും ഉണ്ട്. അപ്പം ബാക്കി ഐറ്റംസുകൾ എനിക്ക് സ്റ്റോർ ചെയ്താൽ മതി. പിന്നെ ഷെയ്ക്കിനുള്ള കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഇത് കണ്ടോ, ചിക്കുമൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് കറക്റ്റായിട്ട് വെച്ചേക്കുന്ന അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നോക്കണം, നമുക്ക് സ്റ്റോർ ചെയ്യണം. ഇത് ഗാർലിക് ചോപ്പ് ചെയ്തത്, ഇത് ജിഞ്ചർ ചോപ്പ് ചെയ്ത് ക്യൂബാക്കിയത്, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ലിസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതെല്ലാം ഞാനിവിടെ ഒരു പേപ്പറും കൂടി വെക്കാറുണ്ട്. അതിപ്പോൾ എടുത്ത് മാറ്റിയതാണ്. തീരുമ്പോൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് അതിങ്ങനെ ലിസ്റ്റാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു മീൽ പ്രപ്പിൻ്റെ പ്ലാൻ. ഇത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാവേ. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ എത്രയൊക്കെ മീറ്റ് വേണം, എന്തിനൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതല്ല. ഇത് ഇച്ചിരി വലിയൊരു ലിസ്റ്റാണ്. കാരണം അതല്ലാതെ ക്ലീനിങ് പ്രൊഡക്റ്റുകളും ഒക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് വലിയൊരു പർച്ചേസിങ്ങിന് പോവുക. അപ്പം പോയിട്ട് വന്നിട്ട് കാണാം എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് പർച്ചേസിങ്ങിന് പോകുന്ന ദിവസങ്ങളിലുണ്ടല്ലോ, ഞാൻ മറക്കാതെ എടുക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള കവറുകളും പിന്നെ ലിസ്റ്റും, എഴുതിയിരിക്കുന്ന ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് കുറച്ച് അധികം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എക്സ്ട്രാ കവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും തികയാതെ ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് കവർ എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എത്രമാത്രം സാധനങ്ങളുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ കൂടെ മന്ത്ലിയുള്ള പർച്ചേസിങ്ങും കൂടി ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് അത്രയും വലിയൊരു ലിസ്റ്റായത്. ഇത് പിന്നെ നമ്മൾ ദുബായിൽ നിന്ന് മേടിച്ച ആ ലൂപ്പുള്ള ആ ത്രെഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ കുഷ്യൻ കവേഴ്സ് ചെയ്തതാണ്. എനിക്കത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ, ഏതെങ്കിലും ഒരു വീഡിയോയിൽ. ഷാജാനാണ് ലുലുവിൽ എന്നെ കൊണ്ടുവന്ന് വിട്ടത് കേട്ടോ. വേറൊരു കാര്യം കൂടിയുണ്ട്, പുള്ളി അവിടെ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം നോക്കിയാണ് ഞാനും ഇറങ്ങിയത്. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും എൻ്റെ പർച്ചേസിങ്ങും തീരും, ഒരുമിച്ച് നമുക്ക് തിരിച്ചും പോരാം.
ചത്താപ്പച്ചിയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ, ഫാമിലിയായിട്ട് ഒരുമിച്ച് പോയി കണ്ടു. ഇത് ഞങ്ങളത് പോയത് ഒരു വെള്ളിയാഴ്ചയായ കാരണം കൊണ്ട് പുതിയ ഒരുപാട് പടങ്ങൾ റിലീസുണ്ടായിരുന്നു. അപ്പം അതിന് ഷാജേട്ടൻ മിക്ക പടങ്ങളും കാണും കേട്ടോ, ഒരുവിധം എല്ലാ പടങ്ങളും കാണും. അപ്പോൾ അതിന് ബുക്ക് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. കറക്റ്റ് സമയത്തിനാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വാലേ പാർക്കിങ്ങിന് കൊടുത്തിട്ട് ഷാജേട്ടൻ വേഗം ഓടിപ്പോയി. ഞാൻ പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഭാഗത്തോട്ട്, എനിക്ക് കിട്ടാൻ കുറച്ച് താമസം എടുക്കുന്ന ഭാഗത്തോട്ടാണ് ഞാൻ ആദ്യം പോയത്. ഫിഷൊക്കെ പിന്നെ ചെറിയ മീനുകളെല്ലാം വൃത്തിയാക്കി തരില്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് പരട്ടിയ മീനുകളൊക്കെയാണ് മേടിച്ചത്. പിന്നെ അല്ലാതെ പിന്നെ ചെമ്മീനും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഞാനത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സമയമെടുത്തു. ഞാൻ സാധനം മുഴുവനും പർച്ചേസ് ചെയ്തെല്ലാം കഴിഞ്ഞ് കറക്റ്റ് ടൈമായിരുന്നു. ആ സമയമായപ്പോഴത്തേനും കുഞ്ഞിൻ്റെയും കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങ് പോന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പോയി മേടിച്ചിട്ട് ഇങ്ങ് എത്തി കേട്ടോ. ഒരുപാട് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തണുത്ത സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഞാൻ മേടിക്കുന്ന സാലഡിനൊക്കെ കൂടി ഇടാൻ പറ്റുന്ന മാതിരി ഞാൻ മേടിക്കുന്ന സാധനങ്ങൾ, കോമൺ ആയിട്ട് മേടിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഈ ഫ്രോസൺ ഗ്രീൻ പീസും ഫ്രോസൺ സ്വീറ്റ് കോണും, ഇത് രണ്ടും തീരുമ്പോൾ മേടിച്ച് വയ്ക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ തുടച്ചിട്ട് ഇതെല്ലാം കൂടി തുടച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എന്തിനാ ഈ തുടച്ചിട്ട് വെക്കുന്നത്, അതെല്ലാം തണുപ്പുള്ളതല്ലേ എന്ന്. നമ്മൾ പിടിച്ചിട്ട് അതിലൊക്കെ അഴുക്കുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാനൊക്കെ പല സാധനങ്ങൾ എടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അഴുക്കുള്ളതാണ് കേട്ടോ തുടച്ചിട്ട് മാറ്റുന്നത്. ഇത് ചിക്കൻ പോപ്കോണാണ്. ഇത് ഞാൻ ലിസ്റ്റിൽ എഴുതിയിരുന്ന സാധനമൊന്നുമല്ല, പക്ഷെ ഞാൻ അവിടെ കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പം ഞാൻ എടുത്തതാണ്. കുഞ്ഞിൻ്റെ അപ്പോൾ എനിക്ക് കൊടുക്കാമല്ലോ. പിന്നെ 2 ചിക്കൻ സോസേജിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സ്പ്രിങ് റോളിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇത് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സമൂസ ഷീറ്റ് പോലെ ഞാൻ മേടിക്കുന്നതാണ്. അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. അമൂലിൻ്റെ ഒരു എന്താ പറയുക ബട്ടറിൻ്റെ, ഇത് നമ്മൾ ബ്രെഡിൽ തേക്കുന്ന ടൈപ്പ്. ഇത് ലോ ഫാറ്റ് പനീറാണ് എടുത്തിരിക്കുന്നത്, സാലഡിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ അൺസോൾട്ടഡ് ബട്ടർ, യോഗഡ് ഇതും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളതാണ്. പിള്ളേരും ഷാജേട്ടനൊക്കെ കഴിക്കുന്നതാണ്. അപ്പം അത് കേട് ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് യോഗഡായി. പിന്നെ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ മോസറല്ല ചീസ്, ഇത് ഗ്രേറ്റഡ് ആയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും മേടിക്കാറുള്ളത്. കാരണം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനെ കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഗ്രേറ്റഡ് ആയിട്ട് സ്മോൾ പാക്കറ്റിലായിട്ടുള്ളത് മേടിക്കുന്ന. പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യം തന്നെ അങ്ങ് ഉപയോഗിച്ച് തീർക്കാം, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ മേടിച്ച സാധനം എന്ന് പറഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത്. അതിൽ ചിക്കൻ്റെ തന്നെ 2 ടൈപ്പാണ് മേടിച്ചത്. ഇത് ചിക്കൻ 65ഉം ഇത് ചിക്കൻ കേരള ഗ്രീൻ പെപ്പർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇതുമാണ്. ഇതിൽ ഡേറ്റ് കൊടുക്കും കേട്ടോ അവർ. ഇത് 9-ാം തീയതിക്കുള്ളിൽ ഇത് രണ്ടും ഉപയോഗിച്ച് തീർക്കണം. അത് കാരണം കൊണ്ടാണ് 2 എണ്ണം മേടിച്ചത്. പിന്നെ ഒരു ഫിഷ്, ഇത് നമ്മുടെ കിളിമീൻ, അതും ഒരു 1/2 kg മേടിച്ചിട്ടുണ്ട്. പ്രോൺസ് പിന്നെ ക്ലീൻ ചെയ്തത് ഇങ്ങനെയാണ് മേടിച്ചത് ഞാൻ, അതും ഒരു 1/2 kg ആണ് മേടിച്ചത്. ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് ഏത് ഫോമിലിപ്പോൾ ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ഒക്കെ ആക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറി വെക്കണമെങ്കിൽ കറി വെച്ചെടുക്കാം. ഇത് വെയിൻ ഉണ്ടാവും, അത് നമ്മൾ കളയണം കേട്ടോ. അപ്പോൾ ഇത് 3ഉം എനിക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, മറ്റേത് എനിക്ക് ഫ്രീസറിലേക്കും പോകും. പിന്നെ തണുപ്പുള്ള സാധനങ്ങൾ, പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് ജ്യൂസാണ്. ഇത് ഇപ്പം പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇതിഷ്ടമാണ് ജ്യൂസ്. അത് കാരണം കൊണ്ട് കുറച്ച് ജ്യൂസ് മേടിച്ചു. റോൻ്റെയാണ് കൂടുതലും മേടിക്കാറുള്ളത് കേട്ടോ. ഇത് പിന്നെ നമുക്കിപ്പം ഗ്രേപ്പ് ഉള്ള ടൈപ്പ് ഗ്രേപ്പ് ജ്യൂസാണ്. ഗ്രേപ്പിൻ്റെ ആ ഒരു ഇത് കിട്ടും. ഇത് ഭയങ്കര ട്രെൻഡാണ് ഇപ്പം, അവിടെ ഒത്തിരി കാണാം എപ്പോഴും പോകുമ്പോൾ. ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റേണ്ട സാധനങ്ങളൊക്കെ ഒരുവിധം തീർന്നേ. പിന്നെ പച്ചക്കറി സാധനങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഞാൻ ലിസ്റ്റ് ഇട്ടേക്കുന്ന അനുസരിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോയെന്നൊന്ന് നോക്കുമായിരുന്നു കേട്ടോ. അതിൽ ഒരു ദിവസം ഞാൻ കടലക്കറിയും ഒരു ദിവസം പീസ് കറിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം പീസ് ഞാൻ മേടിച്ച് നിറച്ചു. ഇനി എനിക്ക് കടലയാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പം പഴയതുള്ളത് നമുക്ക് ഏറ്റവും മുകളിലിടാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് സാമ്പാർ പരിപ്പും കൂടി ഉണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ തപ്പണം. കിട്ടി. സാമ്പാർ പരിപ്പും കൂടിയും ഞാൻ ഈ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കാറുള്ളത്. കാരണം ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു തരം പ്രാണി വരുമല്ലോ, അത് വരില്ല. അത് വരാണ്ട് ഒരുപാട് നാൾ നിന്നോളും. അപ്പോൾ പൾസസിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ ഈ 3 തരം പൾസസാണ് ഞാൻ മേടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ മേടിച്ചത് ഒരാഴ്ചത്തെ ലിസ്റ്റ് ഇട്ടിട്ടാണ് മേടിച്ചതെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ പോയപ്പം കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ കണ്ടപ്പം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും ഒരു 2 ആഴ്ചയോളമൊക്കെ നിൽക്കും ശരിക്കും. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് നിൽക്കില്ല, വെജിറ്റബിൾസും ബാക്കി പൾസസ് അതുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതെല്ലാം ശരിക്കും ഒരു 2 ആഴ്ചയോളമൊക്കെ ധാരാളം നിൽക്കും കേട്ടോ. ഇനി ഞാൻ എൻ്റെ ലിസ്റ്റ് ഇട്ടതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ മൺഡേ ഞാനിതിങ്ങനെ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. എന്തൊക്കെ കാര്യങ്ങൾ ഐറ്റംസുകളൊക്കെയാണ് ഞാനിതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഓൾമോസ്റ്റ് ഈ വക സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത് വയ്ക്കാം. പിന്നെ അതേ കുറച്ച് ഗാർലിക് അധികം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് പീൽ ചെയ്ത് എന്താ പറയുക, അത് ചോപ്പ് ചെയ്ത് അത് ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനാണ്. അത് ഞാനൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം കേട്ടോ. ഇന്നെന്തായാലും രാത്രിയായി. ഇപ്പോൾ സമയത്രേ ഒരു 7 o'clock ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്തായാലും പുറത്തേ വെക്കുകയുള്ളൂ, ഒന്നും ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റില്ല. കഴുകിയെല്ലാം വൃത്തിയാക്കി നാളെ ഇതെല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ബാക്കിലോട്ട് എടുത്ത് വെക്കാനുള്ള കുറേ സാധനങ്ങളും ഡ്രൈ ആയിട്ടുള്ള കുറേ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനും ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചേക്കുന്നു. ഇത് കണ്ടില്ലേ, ഇതിപ്പം സവാളയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എനിക്കുണ്ടായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ഇട്ടിട്ട് പോയി മേടിക്കാറുള്ളത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മതി. പിന്നെ ഈ കപ്പയും കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ വെക്കുന്നുണ്ട്. ഇത് കുറച്ച് കപ്പയാണ്. ഞാൻ ബീഫ് മേടിച്ചപ്പോൾ ഇച്ചിരി എല്ലുള്ള ബീഫ് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ലല്ലോ. ഇത് മൊത്തം ഇതുണ്ടല്ലോ, ഇത് മൊത്തം നമ്മളുടെ മീറ്റും ഫിഷും സാധനങ്ങളുമാണ്. ഇതെല്ലാം നമുക്കൊരു ബോക്സിൻ്റെ അകത്ത് ആക്കിയിട്ട് വേണം വയ്ക്കാൻ. എന്നിട്ട് നാളെ എല്ലാം വാഷ് ചെയ്ത് കയറ്റുള്ളൂ. ഇത് ഓരോന്നും ഇപ്പം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒരു 4 എണ്ണം, തൈ പീസ് ഒരു 4 എണ്ണം, പിന്നെ വിങ്സ് ഒരു 1 കിലോ. അപ്പോൾ അത് ഓരോ ദിവസവും നമുക്ക് കറി വെക്കാനുള്ളതനുസരിച്ചിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ബീഫ് തന്നെ കപ്പയിട്ട് വെക്കാനുള്ളത് ഒരു 1/2 kg വേറെ, പിന്നെ കട്ട്ലേറ്റിനുള്ളതും കറിക്കുള്ളതും വേറെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ മീറ്റ് സാധനങ്ങൾ മുഴുവനും. മട്ടൺ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഒരു 1/2 കിലോ 1 കിലോ അങ്ങനെ വെച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും എനിക്കൊരു ഒരാഴ്ചത്തേക്കുള്ളത് തന്നെയേ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടെ എല്ലാവരും ജിമ്മിൽ പോകുന്ന ആൾക്കാരായ കാരണം കൊണ്ട് അവർക്ക് നന്നായിട്ട് പ്രോട്ടീൻ വേണം. അപ്പോൾ ഇതെല്ലാം ചിലവായി പോകുന്ന കാര്യമാണ്. ഇതും ചിലവാകും, ഫ്രൂട്ട്സും നല്ലതുപോലെ ചിലവാകും, വെജിറ്റബിൾസും പോകും. പിന്നെയും കൂടുതൽ നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ ബാലൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൾസസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരാറുള്ളത്. പിന്നെ ഇപ്രാവശ്യം സാധനം മേടിക്കാൻ പോയപ്പം എനിക്ക് ഈ ബോട്ടിലിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാനിവിടെ
ഫുഡും സാധനങ്ങളൊക്കെ സെല്ലോവെയറിൻ്റെ ആണ് ഇത് മേടിക്കുന്നത്. ഇതിപ്പോൾ ലുലുവിലുണ്ട് കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഫ്രിഡ്ജിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ളത്. ഇതിൻ്റെ കുറച്ച് മീഡിയം സൈസിലുള്ളത് കൊണ്ട് ഇത് കണ്ടോ, ചെറുതും ഉണ്ട്, വലുത് ഞാൻ ഒരെണ്ണം എടുത്തെന്ന് തോന്നുന്നു. ഇതും ചെറുത് തന്നെയാണോ? ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ വലുത് റെഡ് കളറായിരുന്നു ഇതിൻ്റെ ഈ ക്യാപ്പിന്, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഒരു റെഡല്ല, ഒരു മെറൂൺ ഷെയ്ഡ്. അപ്പോൾ ഈ 2 കളറാണ് ഞാൻ എടുത്തത്. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സാധാരണ വീട്ടിലേക്ക് മേടിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഈ പറഞ്ഞ പോലെ ഇനി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് അടുക്കി കയറ്റാനായിട്ട്. മേടിച്ച ഫിഷും മീറ്റും കാര്യങ്ങളും എല്ലാം സ്റ്റീലിൻ്റെ വലിയ വലിയ പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. എല്ലാം പിറ്റേ ദിവസം രാവിലെ കഴുകാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം അന്നത്തെ ദിവസം നല്ലൊരു ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് തന്നെ. അപ്പം ഒറ്റയ്ക്കുള്ള പർച്ചേസിങ്ങും കൂടി ആയപ്പം പറയണ്ടല്ലോ, നല്ലതുപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതും ഇതിൻ്റെ മീറ്റൊക്കെ കട്ട് ചെയ്ത് ഓരോരോ പാത്രത്തിലായിട്ടൊക്കെ സ്റ്റോർ ചെയ്യണം. അപ്പം അതൊക്കെ പിറ്റേ ദിവസത്തേക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് എല്ലാം ഫ്രിഡ്ജിലോട്ട് കയറ്റി കേട്ടോ. എല്ലാ സാധനങ്ങളും അടുക്കി കയറ്റുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു പണിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കിച്ചണും എല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി കിടക്കാനായിട്ട്. അപ്പം നല്ലൊരു പണിയുള്ള കാരണം കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെച്ചേ. എനിക്കിനി ഇത് കുറച്ച് പിസ്സ മേടിക്കുമ്പോൾ കിട്ടുന്നത് അത് ഞാനിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അത് ഇട്ട് വെക്കാനായിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെപ്പുകൾ എക്സ്ട്രാ ഒക്കെ മേടിച്ചത്. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഓൾറെഡി ഉള്ള ഇതുകൾ തീർന്നു. പിന്നെ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. ഇത് നമുക്ക് ഈ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, ഇതിന് ഡേറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇതിന് ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്താക്കി വെച്ചാലേ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഫ്രൂട്ട്സൊക്കെ എൻ്റെ കയ്യിൽ ഇവിടെ കുറച്ച് പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് റോബസ്റ്റ. ഇത് ചിലപ്പോൾ നാളത്തേക്ക് എടുക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മൾ വല്ല ഷേക്ക് അടിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും സ്റ്റോർ ചെയ്യും ഫ്രീസറിലേക്ക്. ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴുകി കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് തുടച്ച് വയ്ക്കാം. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസാണ്. അതൊക്കെ കൂടി നാളെ എൻ്റെ ഓൾറെഡി വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റോർ ചെയ്യുന്നതിൻ്റെയും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം ഞാൻ എങ്ങനെയാണ് സാലഡിനും ബാക്കി കറികൾക്കും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ചിലപ്പോൾ പകുതി ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിലേക്ക് മാറ്റും. സ്പേസ് വരുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ഫ്രൂട്ടൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം തണുത്ത് കഴിക്കുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ എപ്പോഴും നല്ലതുള്ളത്. പിന്നെ ചിക്കു മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വലിയ ചിക്കുവാണ്. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല. അപ്പോൾ ഇത് പഴുക്കാനായിട്ട് ഉള്ളിൽ വെക്കണം. പിന്നെ ഇതൊക്കെ പുറത്ത് തന്നെ നമുക്ക് അധികം പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊക്കെ ചീഞ്ഞു പോകും. അതാണ് കുഴപ്പം. ഇതിൽ പൊടിയുള്ളതാട്ടോ ഈ തുടയ്ക്കുന്നത്. പിന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്, എന്നാലും ഞാൻ ഈ ഒരു കമൻറ്റിന് എനിക്കിപ്പോൾ റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നി. ഇതുപോലെ തന്നെ ഞാൻ വെജിറ്റബിൾസിൻ്റെയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ 1-2 നല്ല ബാഡ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉള്ളത് കാണിക്കാനാണോ ഈ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ 4, 3, 7 പച്ചക്കറി മേടിക്കാനായിട്ട് അധികം പൈസയൊന്നും വേണ്ട. അപ്പം അതിനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഞാൻ റിപ്ലൈ പോലും കൊടുക്കാറില്ല. അങ്ങനെ ഇടുന്നവർക്ക് അവർ റിപ്ലൈ പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതിയും കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൽ പിന്നെ മേടിച്ചത് ഇതാണ് കേട്ടോ. ഈ മാങ്ങ മേടിച്ചിട്ടുണ്ട്. ഇത് ചന്ദ്രഹാര മാങ്ങ എന്ന് പറയും. നമുക്ക് കറി വയ്ക്കാം. പക്ഷേ ഇതിൻ്റെ പുറത്തൊക്കെ നിറച്ച് കറയും
ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെയാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുന്നത്. ഇത് കറി വെക്കുന്ന സമയത്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. വാഷ് ചെയ്ത് അങ്ങനെ എടുക്കാനായിരിക്കും നല്ലത് ഉണ്ടാവുക. ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ബാക്കി ഐറ്റംസുകൾ ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഇതൊക്കെ പിന്നെ ഈ അവക്കാഡോ ഉണ്ട് കേട്ടോ. ഈ സാധാരണ ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇതൊന്നും പഴുക്കാത്തതാണ് കിട്ടാറ്. പക്ഷെ നല്ലതാണ്. അവിടെ ഇരുന്ന് നമുക്ക് വീട്ടിലിവിടെ ഇരുന്നിട്ട് പഴുത്ത് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് വെക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ എനിക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേറൊരു ഫ്രൂട്ട് ബ്ലൂബെറിയാണ്. ഇത് ഞാൻ ഈ ഡോറിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബോട്ടിൽ മേടിച്ചത്. എനിക്ക് കുറച്ച് അവിടെ സ്പേസ് കുറവായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇത് വാഷ് ചെയ്തു കേട്ടോ. ഞാൻ ഇതൊരു 2 പാക്കാട്ടോ ഞാൻ മേടിച്ചത്. 2 പാക്ക് മതിയായിരിക്കും. ഒരാഴ്ചത്തേക്കൊക്കെ ധാരാളം മതി. ഇത് നമുക്ക് ഇങ്ങനത്തെ ബോട്ടിൽ മേടിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാവോ? നമുക്ക് വേറെ വല്ല സ്ട്രോബെറിയോ അതിൻ്റെ ഒപ്പം നമ്മൾ മേടിക്കുന്ന പ്ലമ്മോ ചെറിയോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ബോട്ടിലുകളിലാക്കിയിട്ട് വെച്ചാൽ കുറച്ചും കൂടി നാൾ ലാസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ബോട്ടിലുകൾ ഇപ്രാവശ്യം എക്സ്ട്രാ മേടിച്ചത്. ഇനി എനിക്ക് ഇത് പഴുപ്പിക്കാൻ വെക്കാനുണ്ട്. പിന്നെ കുറച്ച് ഇത് പിസ്സ സീസണിങ് ആണ്. ഇതിവിടെ ഇറ്റാലിയൻ സീസണിങ് ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ എപ്പോഴും വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. തീരുമ്പം അനുസരിച്ച് ഞാൻ മേടിച്ച് വെക്കുന്ന ഐറ്റംസുകളാണ്. അതെല്ലാം ഇവിടെ അതിൻ്റെ സ്പേസിൽ പോവും. ഒലിവ് ഓയിൽ, നട്രല്ല, ഇതിനൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് തീരുമ്പോൾ ഇതിൻ്റെ സ്ഥലം ഇതാവും. അതിനനുസരിച്ച് ഈ സാധനങ്ങൾ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ പുട്ടുപൊടി, ഇത് പൊടിയൊക്കെ ഞാൻ നിങ്ങൾക്ക് അന്ന് എൻ്റെ കിച്ചൺ ടൂറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നും ഒക്കെ കേട്ടോ. ഇതിലുള്ളതനുസരിച്ച് നമ്മൾ കഴിയുന്ന അനുസരിച്ച് നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൂ. ഫ്രൂട്ട്സ് ഇത് നമുക്ക് പഴുക്കാനായിട്ട് വെക്കണം. ഇപ്പം എനിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഫ്രൂട്ട്സ് ഇടുന്നൊരു ബാസ്ക്കറ്റ്. ഇതിൻ്റെ അകത്തോട്ട് ഞാനിങ്ങനെ നട്ട് വയ്ക്കാം. ഇനി വേറെ ഫ്രൂട്ട്സ് ഒന്നുമില്ല. പച്ചക്കറിയെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റുള്ളൂ. മഷ്റൂം മാത്രം ഞാനിപ്പം കയറ്റി ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കും. ഇന്ന് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കി ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങളും കൂടി ഉള്ളൂ കേട്ടോ വെക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുമായിരുന്നു റവ. ഇത് വളരെ ആവശ്യമുള്ള സാധനം കേട്ടോ. സൺഡേ ഇതില്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇത് നമുക്ക് അതിനകത്തോട്ട് ഫില്ല് ചെയ്തിടാം കേട്ടോ. ഞാൻ ഈ പൊടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇടുന്ന ഐറ്റംസുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് കണ്ടു, ഇത് കാലിയായിരുന്നു എൻ്റെ വീറ്റ് പുട്ട് പൗഡർ. അതിന് ഞാൻ സമയം പോലെ നാളെ ഇടാം. എനിക്ക് വയ്യെന്ന് മടുത്ത് ഞാൻ. പിന്നെ ബാക്കി വന്ന ഈ ബോക്സുകളുണ്ടല്ലോ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. ഓൾറെഡി എൻ്റെ ഇവിടെ കഴുകി 1-2 എണ്ണമൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ മുകളിൽ വെക്കാം. അതാണ് നമുക്കുള്ളൊരു ഗുണം. പ്രാവശ്യം അതിൻ്റെ അകത്ത് എൻ്റെ അരിപ്പൊടിയുടെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ലുലുന്ന് മേടിച്ചാൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ താഴെ ആ കള്ളിയൊക്കെ കാലിയാക്കി വെച്ചേക്കാം കേട്ടോ. ഞാൻ ഇപ്രാവശ്യം പെരുന്നാൾക്ക് പോയിട്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അമ്മ അവിടെ നിന്ന് അരിപ്പൊടിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ അരിച്ച് നീറ്റാക്കിയിട്ട് വേണം അതിലാക്കിയിട്ട് എനിക്ക് അവിടെ വയ്ക്കാനായിട്ട്. ഇപ്പോൾ പച്ചക്കറികൾ എനിക്കിതെല്ലാം നാളെ വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറ്റൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതെന്തായാലും ഇതെല്ലാം കൂടി ഒന്ന് കിച്ചണിൽ എനിക്ക് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫുള്ള് വൃത്തികേടായിട്ടുണ്ട്. അപ്പം നാളെ ഞാനിതെല്ലാം കട്ട് ചെയ്ത് ബോക്സിൻ്റെ അകത്ത് ആക്കിയതിന് ശേഷം
ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഇപ്പോൾ കാണുന്ന പല ആൾക്കാരും ആ വീഡിയോ. എന്നാലും ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോൻ്റെ അകത്ത് തന്നെ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം കേട്ടോ. എനിക്കിതിൻ്റെ അകത്ത് മഷ്റൂം മാത്രമേ ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത്, ഇത് പിന്നെ കവർ ചെയ്തതായതുകൊണ്ട് കുഴപ്പമില്ല, ഒന്ന് തുടച്ചിട്ട് എനിക്ക് വെച്ചാൽ മതി. ഇത് മാത്രം ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറ്റും, ബാക്കിയെല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. അങ്ങനെ നമ്മളുടെ പ്ലാൻ ചെയ്ത സാധനങ്ങളെല്ലാം കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. മീറ്റെല്ലാം ഞാൻ കാണിക്കുന്നില്ല, മീറ്റെല്ലാം ഇവിടെ അകത്ത് കഴുകി എല്ലാം സ്റ്റോറാക്കിയിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ദിവസവും അതിൻ്റെ ഐസ് കളഞ്ഞ് എടുത്ത് വേവിച്ചാൽ മാത്രം മതി. ഇനി കട്ട്ലറ്റിൻ്റെ പണിയും ഒക്കെ ബാക്കി കിടക്കുക കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ. ഇത് കണ്ടോ, ഇതിപ്പം ഇതിൻ്റെ അകത്ത് കോണും ഇതും മാത്രം വേവിച്ചിട്ടുണ്ട്, ഈ ഗ്രീൻ പീസും മാത്രം വേവിച്ചിട്ടുണ്ട്. ബാക്കി കുക്കുംബർ ഉണ്ട്, ബീൻസ് ഉണ്ട്, തക്കാളി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ബീൻസ് ഇല്ല, കുക്കുംബർ, തക്കാളി, ക്യാപ്സിക്കം, ഇത്രയും കാര്യങ്ങളാണ് ഗ്രീൻ സലാഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ 2 ബോക്സ് ലെറ്റൂസും കൂടി വരും. അപ്പം ഗ്രീൻ സാലഡിനുള്ള ഐറ്റംസുകൾ കറക്റ്റായിട്ട് ഇത് പോയിട്ടുണ്ട്. പിന്നെ വേവിക്കാനായിട്ടുള്ള സാലഡാണ്, അതായത് ബോയിൽഡ് വെജീസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് കോളിഫ്ലവർ, പിന്നെ ബ്രൊക്കോളി, ഇതിനകത്ത് കുറച്ച് മത്തങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സാമ്പാറിനൊക്കെ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാൻ കുറച്ച് ഇതിനകത്ത് അരിഞ്ഞു വെച്ചു. ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, അത് 2 എണ്ണമാണ്. ഞാൻ ലിസ്റ്റ് എഴുതിയാൽ 2 ദിവസമാണ് ബോയിൽഡ് വെജീസ് ഉള്ളത്. അപ്പം ഇതിൻ്റെ കൂടെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ ആ വേവിച്ചിട്ടുള്ള കോണും ഇതൊന്നും പറഞ്ഞില്ലേ, ഗ്രീൻ പീസും, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഫ്രോസൺ നമ്മൾ മേടിച്ച് അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തികയുന്നില്ലെങ്കിൽ 2 ദിവസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്തെടുക്കാം. കടലക്കറിക്കും ഗ്രീൻ പീസിനും ഉള്ളത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് വന്നു കഴിയുമ്പം എനിക്കത് ഇതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചാൽ മതി. ഇത് എനിക്ക് ഒരു ദിവസം ഒരു സാമ്പാറിനുള്ള ഐറ്റംസുകളാണ്. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് പൊട്ടറ്റോ മാത്രമേ ചേർക്കാനുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വെക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്നറിയോ, നമുക്ക് കിച്ചണിൽ വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഇതൊരു വെജ് കറിക്കുള്ളതാണ്. വെജ് കറി നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും കോളിഫ്ലവറും മഷ്റൂമും ക്ലീനാക്കി വെച്ചതാണ്. ഇതൊരു വെജ് കറിക്കുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു അവിയലിനുള്ളതാണെന്ന് തോന്നുന്നു. അതെ, ഇത് ഞാൻ അവിയലിന് റെഡിയാക്കി വെച്ചേക്കുന്ന. അപ്പം ഇത്ര ഐറ്റംസുകളാണ്. ഇതൊന്നും കൂടാണ്ട് ഇതുപോലെ തന്നെ ഗാർലിക്കും ജിഞ്ചറും ഇതുപോലെ നമ്മൾ പീൽ ചെയ്തിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ക്യൂബ്സ് ആക്കി വെക്കും. ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അത് ക്യൂബ്സ് ആക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്കിത് ഈസി ആയിട്ട് തട്ടിയാൽ പോകുന്നുള്ളൂ. അപ്പോൾ അതൊരു ചെപ്പിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. ഞാൻ ഇന്നലെ മേടിച്ചില്ല ആ ചെപ്പുകൾ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതും റെഡി. ഇനി എൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ. ഞാൻ ഇപ്പം നമുക്ക് ഫ്രൈഡ് റൈസിന് ഇടാനോ അല്ലെങ്കിൽ പുലാവ് ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഓംപ്ലേറ്റ് അടിക്കണമെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇത് സവാളയാണ്, ചില്ലി, ബീൻസ്, ഇതൊക്കെ ബാക്കി വന്നത് കുറച്ച് ഞാനങ്ങ് അരിഞ്ഞ് വെച്ചതേ ഉള്ളൂ. അങ്ങനെ അരിഞ്ഞ് വയ്ക്കുമ്പം അത് പെട്ടെന്ന് എടുത്തങ്ങ് യൂസായിട്ട് തീരും. അതല്ലാതെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്ത് എപ്പോഴും നിങ്ങൾ പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ കാണുന്നതാണ് ഇതുപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ
പീൽ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഉണ്ടാവും. പിന്നെ ഇത് ചിക്കൻ കറിക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, സവാള ഞാനിങ്ങനെ നീളത്തിലരിഞ്ഞ് തക്കാളിയും വേറൊരു സ്ഥലത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കറി ഉണ്ടാക്കാനായിട്ട് ചില ആൾക്കാർ ഇതിൻ്റെ ഇത് വാട്ടി അത് ചെറിയ ക്യൂബ്സൊക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യും. ഞാൻ പക്ഷേ അപ്പം തന്നെ ഫ്രഷായിട്ട് ഇത് അരിഞ്ഞ് വെച്ചാൽ പിന്നെ അത് വാടി വരാനൊന്നും അധികം സമയം വേണ്ട. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇതാക്കി അരിഞ്ഞാണ് ഞാൻ വെക്കാറുള്ളത് കേട്ടോ. കൂടുതൽ ഒരു സാധനം നമ്മൾ എടുക്കാൻ വിട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെല്ലാം ഓൾറെഡി എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉള്ളതാട്ടോ. മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, മിൻറ്റ്, ഇതൊക്കെ ഓൾറെഡി വാഷ് ചെയ്തിട്ട് ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് ഉണ്ടാവും. ഇത് ഞാൻ എടുത്ത് വെക്കാനായിട്ട് മറന്നു അങ്ങോട്ട്. ഇത് കണ്ടോ, ഇത് ABC ജ്യൂസിനുള്ളതാണ്. ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും ആ സമയത്ത് തന്നെ അരിഞ്ഞിടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റുക എന്നുള്ളതേ പണിയുള്ളൂ കേട്ടോ. രാവിലെ തൊട്ട് ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂർ നേരം മെനക്കിട്ടു അല്ലേ. അപ്പോഴത്തേനും ഇതെല്ലാം അരിഞ്ഞ് അടിപൊളിയായിട്ട് ഇതാക്കി. ഇതെല്ലാം എനിക്ക് ബാക്കി വന്ന വെജിറ്റബിളാണ് കേട്ടോ. ഇതെനിക്ക് അടുത്ത ആഴ്ചത്തേക്ക് സുഖമായിട്ട് പോകും. കാരണം ഇതിൻ്റെ അകത്തിപ്പം നമുക്ക് ക്യാരറ്റും ഒക്കെ ഒത്തിരി ബാക്കിയുണ്ട്. ഞാൻ ചിലപ്പം ഇപ്പം നമ്മൾ ബീൻസിൻ്റെ കറിയൊക്കെ അല്ല ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ കറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഇട്ടിട്ടാണ് വെജിറ്റബിൾ കറി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പം ക്യാരറ്റും ഇവിടെ ചിലവാകും. പിന്നെ ചുമ്മാ അരിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ കഴിക്കും കേട്ടോ. ഇതെല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറ്റട്ടെ. എൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടാക്കിയത് വെക്കാൻ എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വെച്ചിട്ട് സ്പേസ് ഉള്ളത്. ഇത് കണ്ടോ, അത്രയും വെജിറ്റബിൾസ് നമ്മൾ വെച്ചിട്ടും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇനി ഫ്രിഡ്ജിൻ്റെ അകത്ത് കേട്ടോ. ഈ ഭാഗത്ത് ഈ ഒരു കള്ളി ഫുള്ള് ഒഴിവായിട്ട് കിടക്കുക കണ്ടോ. ഇനി ഇതിനകത്ത് എനിക്ക് ഉണ്ടാക്കുന്ന ഫുഡുകൾ ഇതുപോലെ തന്നെ ബോക്സിൻ്റെ അകത്തായിട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ വെള്ളത്തിലിട്ടിരിക്കുന്ന കടലയും ഗ്രീൻ പീസും ഒക്കെ ഉണ്ടല്ലോ, അതും ഞാൻ ഇതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞ് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ നേരെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അതും അവിടെ ഇരുന്നോളും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും പ്രപ്പിംഗ് ആണെങ്കിലും ഒക്കെ വരുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഞാൻ കാണിക്കാൻ വിട്ടു കേട്ടോ. ഇത് കണ്ടോ, ഇതൊന്ന് ഓപ്പൺ ആക്കട്ടെ. ഞാനൊരു കത്തി എടുത്തിട്ട് വരട്ടെ. ഇതാണ് ഷെഫ്യുടെ കട്ടിംഗ് ബോർഡ്. ഞാനിത് കുറേ നാൾ മുമ്പുണ്ടല്ലോ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രമോഷൻ വീഡിയോസ് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ എനിക്ക് ഈ സാധനം പിന്നെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഫീഡിൽ നിന്ന് അത് പോയി. യാദൃശികമായിട്ട് ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയാന്ന് തോന്നുന്നുണ്ട് ഇത് പിന്നെ ഫീഡിൽ കയറി വന്നു. അപ്പോൾ തന്നെ ഞാനിത് ഓർഡർ ചെയ്തു. നല്ല ഐറ്റം ആണെന്നാണ് എല്ലാവരുടെ അടുത്തുനിന്നും റിവ്യൂ കേൾക്കുന്നത്. അപ്പം ഞാനും ഒരെണ്ണം മേടിച്ചു. ഒരെണ്ണമല്ല 2 മേടിച്ചു. ഇതുണ്ടോ, ഇതാണ് ഐറ്റം. പിന്നെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഞാൻ ഒന്ന് കിച്ചണിലേക്ക് വേണ്ടിയിട്ടും ഒന്ന് സെർവിങ്ങിന് വേണ്ടിയിട്ടും ആണ് മേടിച്ചത്. എങ്ങനെയുണ്ടാവും എന്നുള്ളത് നോക്കാം നമുക്ക്. എനിക്ക് കട്ടിങ്ങൊക്കെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന ആയതുകൊണ്ട് പിന്നെ ഇത് ഭയങ്കര സൈസ് ഭയങ്കര കറക്റ്റാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അടിപൊളി ഐറ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. എനിക്കിതിൻ്റെ ബാക്കി ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒറ്റത്തടിയാണ്. ഇത് കണ്ടോ, എന്തായാലും ഇത് ഒറ്റത്തടിയാണ്. കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.